ഹായ്. അപ്പോഴേ നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ തെർമോക്കോൾ വെറുതെ കളയണ്ട. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ വിക്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വിക്സോ അമൃതാഞ്ജനോ കോടാലിത്തേലോ ഏതാണേലും കുഴപ്പമില്ല. എന്നിട്ട് തെർമോക്കോളിൻ്റെ ഒരു പീസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ തെർമോക്കോളിനകത്തോട്ട് ഈ വിക്സ് കുറച്ച് തേച്ച് വയ്ക്കുക. അപ്പം ഈ തെർമോക്കോളിന് ഒരുപാട് എന്താ ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇറങ്ങും കേട്ടോ. ഉണ്ടോ, നല്ല രീതിയിൽ അകത്തോട്ട് ഈ വിക്സ് ഇറങ്ങിയിട്ട് സ്മെല്ല് നിൽക്കും. ഒരുപാട് ദിവസം സ്മെല്ല് നിൽക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ തേച്ചിട്ട് നമുക്ക് കിച്ചണിലോ കബോർഡിലോ എവിടെയൊക്കെയാണോ നമുക്ക് പല്ലിയുടെയൊക്കെ ശല്യം, പാറ്റ ശല്യം, ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് അവിടെ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് കിച്ചണിലെ ജനലിൻ്റെ ഭാഗത്ത്, അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മെല്ല് കുറേ ദിവസം നിൽക്കും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പീസ് അവിടെ കിടന്നാൽ മതി. കണ്ടോ, നല്ല രീതിയിൽ വിക്സ് ഉള്ളതുകൊണ്ടാണ് കയ്യിൽ ഒട്ടുന്നത് കണ്ടോ. അപ്പോൾ അത്ര ഒരു സ്മെല്ല് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും ഉറുമ്പ്, ഈച്ച, പല്ലി ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഊരിയിടുമല്ലോ. അപ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ലുണ്ടാകും. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ ഇതേപോലെ ഷൂവിനകത്ത് നമ്മൾ ഈ ഒരു തെർമോക്കോൾ വിക്സ് പുരട്ടി തെർമോക്കോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും കയറിയിരിക്കത്തില്ല, ആ ഒരു സ്മെല്ലടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ തെർമോക്കോൾ എലികൾക്കൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പം എലി ശല്യം ഭയങ്കരമായിട്ട് ഈ സമയത്ത് കൂടുതലാണല്ലേ. അപ്പം ഇതുപോലെ തെർമോക്കോൾ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയുടെയൊക്കെ പീര പോലെ ഇരിക്കും, തേങ്ങാപ്പീര പോലെ ഇരിക്കും. ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. ഇതിനകത്ത് ചേർക്കേണ്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരു ടിന്നിനകത്ത് വേണം വെച്ച് കൊടുക്കാൻ. അതല്ലെങ്കിൽ തേങ്ങ ചിരവിയ ചിരട്ടയുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അപ്പോഴത്തേന് ആ ഒരു മണം അടിച്ചിട്ട് അത് കഴിച്ചോളും. കാരണം ഇത് തെർമോക്കോളാണെന്ന് അതിനറിയത്തില്ല, വേറെ കഴിക്കുന്ന സാധനങ്ങളാണെന്ന് വെച്ചിട്ടേ വെളുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നങ്ങ് കഴിക്കും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടുള്ളത് ഈ ലോഷനാണ്. കുറച്ച് ലോഷൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എല്ലാം കൂടെ ഒരു വെപ്രാളമായിരിക്കും കേട്ടോ. ഈ തെർമോക്കോളും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ഈ രണ്ട് സാധനമാണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് ആകർഷിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മധുരം വേണമല്ലോ. ശർക്കര പൊടിച്ചതോ പഞ്ചസാരയോ ഇട്ട് കൊടുത്താലും അത് വെള്ളം പോലെ ഉള്ള മധുരമുള്ള സാധനങ്ങളായിരിക്കും നല്ലത്. അതാണ് ഞാനൊരു ഇച്ചിരി തേൻ ഒഴിച്ച് കൊടുക്കുകയാണ്. തേനാകുമ്പോഴത്തേനും എല്ലാത്തിലും അതിനകത്ത് കയറി പിടിക്കും, നല്ല രീതിയിൽ മധുരം കിട്ടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പീസ് അതിൻ്റെ ഉള്ളിൽ പോയാൽ മതി. വയറെല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് അത് ഇവിടെ വിട്ട് പോയിക്കോളും കേട്ടോ. വെള്ളം പരിസരത്ത് വെച്ച് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം പഞ്ചസാരയേക്കാളും ശർക്കരയേക്കാളും നല്ലത് തേനാണ്. കാരണം അതിനകത്ത് എല്ലാത്തിലും കയറി പിടിച്ചോളും. അപ്പോൾ നമുക്കതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാത്തിലും ഒന്ന് മിക്സാക്കിയതിന് ശേഷം എലി വരുന്ന പൊത്ത ഭാഗത്ത് കൊണ്ട് വെച്ച് കൊടുക്കുക. എന്തായാലും അത് കഴിച്ചിരിക്കും. അതിൻ്റെ ഒരു പീസ് ഉള്ളിലോട്ട് പോയാൽ മതി. കാരണം അത്ര ഒരു ഇതാണ്. കാരണം ഈ തെർമോക്കോൾ ഉള്ളിൽ പോകുമ്പോഴത്തേനും കുടലെല്ലാം വീർത്ത് അതങ്ങ് പൊട്ടും. അപ്പോൾ അത് പിന്നെ ആ എലിശല്യം കാണത്തില്ല കേട്ടോ. ഇതേപോലെ മിക്സാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസാക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിക്കും വെച്ച് കൊടുക്കാം. വീട്ടിനകത്തൊക്കെ പല്ലി, ഇതിപ്പം ചെറിയ തെർമോക്കോൾ ചെറുതല്ല, ഇച്ചിരി കൂടെ വലിയ പീസാണ് ഞാൻ ആക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് തന്നെ ഇതുപോലെ തേൻ ഒഴിച്ചതുകൊണ്ട് നല്ലതാണ്. കാരണം അതെന്തായാലും കഴിക്കും. നമുക്കത് മുറ്റത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. എലി വരുന്ന സ്ഥലത്ത് രാത്രി വെച്ച് കൊടുക്കുക. തീർച്ചയായിട്ടും അത് കഴിച്ചിട്ട് പോയിരിക്കും. നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടും കേട്ടോ. നല്ലൊരു സാധനമാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഇതേപോലെ ഒരു തെർമോക്കോൾ പീസ് എടുക്കുക. ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക്
ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ബാഡ് സ്മെല്ല്, അതുപോലെ എവിടെയൊക്കെ ഉണ്ടോ ബാഡ് സ്മെല്ല്, അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു അത്തറാണ് കേട്ടോ, നല്ലൊരു മണമുള്ള അത്തറാണ്. അപ്പോൾ ഈ തെർമോക്കോളിനകത്ത് ഒരുപാട് സുഷിരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളിതുപോലെ തേച്ച് കൊടുക്കുമ്പം അകത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു സ്മെല്ല് എത്ര ദിവസം വേണേലും നിന്നോളും. അപ്പോൾ നമ്മൾ ഈ ഒരു അത്തർ സ്പ്രേയേക്കാളും നല്ലതാണ് ഈ ഒരു അത്തർ കേട്ടോ, കാരണം കുറേ ദിവസം ഈ മണം നിൽക്കും. അപ്പോൾ ഈ അത്തർ ഞാൻ അതിനകത്തോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം. അപ്പോൾ തന്നെ നല്ല മണമാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണേ. അപ്പോൾ ഇത് പൊതിഞ്ഞ് എടുത്തിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി കഴുകിയിട്ട് 2-3 ദിവസമൊക്കെ അടച്ചിട്ടിട്ട് പിന്നെ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് കാണാം. അപ്പോൾ ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ തെർമോക്കോളിൽ അത്തർ തേച്ചിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഇതുപോലെ ആക്കി വെക്കാം. അപ്പോൾ നല്ലൊരു മണമാണ് തുറക്കുമ്പോഴത്തേനും. ഈ ഒരു സാധനം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ വാഷിംഗ് മെഷീനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ചിട്ട് തുറക്കുമ്പം നല്ലൊരു മണമാണ്. അപ്പോൾ തുണികൾക്കൊക്കെ കാരണം നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് അതിനകത്തുള്ള വേസ്റ്റ് അഴുക്ക് നിൽക്കുന്ന ഭാഗത്തൊക്കെ നിന്നിട്ട് സ്മെല്ല് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്മെല്ല് ഒഴിവായി കിട്ടും കേട്ടോ. ഇതുപോലെ അടച്ചിട്ട് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു മണമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ ഒരു സാധനം തന്നെ തെർമോക്കോളിൻ്റെ നമ്മൾ തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കൂട്ടിയിടുമല്ലോ, അപ്പോൾ അവിടെയും ഒരു സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക, നല്ലൊരു മണമായിരിക്കും. അതുപോലെ കബോർഡിനകത്ത് കബോർഡിനകത്ത് ഇതുപോലെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക, അവിടെയും നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക, അവിടെയും നല്ലൊരു മണമായിരിക്കും അലമാരയൊക്കെ തുറക്കുമ്പോഴത്തേനും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.